നോമ്പിന് അത്താഴത്തിന് നിങ്ങൾ ചോറല്ല കഴിക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം ചോറ് കഴിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ നോമ്പിന്റെ ക്ഷീണം കൂടുന്നുള്ളതാണ്. ഷുഗർ ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിനുള്ള കാരണം. അപ്പൊ നിങ്ങൾ കഴിക്കേണ്ടത് മെയിൻ ആയിട്ടും ഒന്നെങ്കിൽ പ്രോട്ടീൻ അധികമുള്ള ഫുഡ്, അതല്ലെങ്കിൽ ഫൈബർ കൂടുതലുള്ള ഫുഡ്, മുട്ട, ചിക്കന്, ഇലക്കറികള്, ആപ്പിള്, പേരക്ക തുടങ്ങി നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം. നിങ്ങൾക്ക് ചോറ് കഴിച്ചേ അടങ്ങുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ചോറ് എടുക്കുക, ഒരു കോരി ചോറ് അതല്ലെങ്കിൽ അരക്കോരി ചോറ് എടുക്കുക. അതിലേക്ക് ഞാൻ ഈ പറഞ്ഞ മുട്ട, ചിക്കന്, മീന്, ഇലക്കറികളൊക്കെ സൈഡിൽ വെക്കുക. ശേഷം നിങ്ങൾക്ക് കുറച്ച് ഡേറ്റ്സോ നട്ട്സോ ഒക്കെ ആയിട്ട് കഴിച്ചാൽ തന്നെ മതി എന്നുള്ളതാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഇൻഫർമേഷൻ ഷെയർ. നോമ്പിന് അത്താഴത്തിന് നിങ്ങൾ ചോറല്ല കഴിക്കേണ്ടത്. നിങ്ങൾ എത്രത്തോളം ചോറ് കഴിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ആ നോമ്പിന്റെ ക്ഷീണം കൂടുന്നുള്ളതാണ്. ഷുഗർ ക്രാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രതിഭാസമാണ് അതിനുള്ള കാരണം. അപ്പൊ നിങ്ങൾ കഴിക്കേണ്ടത് മെയിൻ ആയിട്ടും ഒന്നെങ്കിൽ പ്രോട്ടീൻ അധികമുള്ള ഫുഡ്, അതല്ലെങ്കിൽ ഫൈബർ കൂടുതലുള്ള ഫുഡ്, മുട്ട, ചിക്കന്, ഇലക്കറികള്,